നോക്കൂ, ഫസൽ ഗഫൂർ സാധാരണ മാന്യമായ വാദങ്ങൾ ഉന്നയിക്കുന്നതിൽ കുറച്ചെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു അബദ്ധം തിരുത്തുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് RSSനെ കുറിച്ച് പറഞ്ഞപ്പോഴുള്ള പ്രശ്നങ്ങളായിരിക്കും അദ്ദേഹത്തെ ഈ അബദ്ധത്തിലേക്ക് തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ സഖാവ് കൃഷ്ണപിള്ളയും AKGയും EMSഉം അതുപോലെ നായനാരും അടക്കമുള്ള വാലുള്ള CPMന്റെ സവർണ നേതാക്കൾ ആണ് എന്നുള്ളത് കൊണ്ട് CPMനെയും സവർണ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയില്ലല്ലോ. മുസ്ലിം ലീഗിൻ്റെ കാര്യം പോട്ടെ. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി അതിനെ നേരിടുവാൻ പറ്റുന്നില്ല, ദൈക്ഷണികമായി നേരിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ABVP പ്രവർത്തകരെ കായികമായി തടഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ നേരിടാൻ നിങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ കുറേ കാലഘട്ടങ്ങൾ മുൻപ് നടന്ന ചരിത്രപരമായ സംഭവത്തിൽ നിന്ന് അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഓവർകം ചെയ്യണമെന്നാണ്. അതിൻ്റെ വിഷമസ്ഥിതികൾ മനസ്സിലാക്കിയ, അതിൽ നിന്ന് നഷ്ടം സംഭവിച്ച, ജീവത്യാഗം സംഭവിച്ച, അല്ലെങ്കിൽ അവരുടെ സ്വത്ത് നഷ്ടപ്പെട്ടവരുടെ വിഷമം മനസ്സിലാക്കണം. പക്ഷേ ഒരു കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ആധുനിക കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടെ കാരശ്ശേരി മാഷ് പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ആദ്യം നിങ്ങൾ ആഭ്യന്തരമായി ഇവിടെ നമ്മൾ തകർക്കാൻ ശ്രമിച്ചത് നിങ്ങളെ ആര്യനും ദ്രാവിഡനും എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിനുശേഷം ബ്രാഹ്മണനും ദളിതനുമായി, അതിനുശേഷം ഹിന്ദുവും മുസ്ലിമുമായി, അതിനുശേഷം ഇപ്പം തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യക്കാരനുമായിട്ടാണ് വിഭജിക്കാൻ ശ്രമിക്കുന്നത്. ഈ എല്ലാ കാരണത്തിനും, ഈ എല്ലാ തിയറിക്കും പിറകിൽ നിൽക്കുന്നത് CPM ആണ് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് 16 രാജ്യമാണെന്നും ഈ 16 രാഷ്ട്രങ്ങൾക്ക് സ്വതന്ത്രമാണെന്നും പ്രമേയം ജനുവരി 22 യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീ PR ശിവശങ്കർ. കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിയത് ആരാണ്? ശ്രീ PR ശിവശങ്കർ. ഈ പഴയ വിഭജനത്തിന്റെ മുറിവിൽ നിന്നും പഠിച്ച ലവ് ജിഹാദ് നടന്നിട്ട് അവിടെ ഒരു കുട്ടി മരിച്ചു, ഒരു തുള്ളി കണ്ണുനീര്, ഒരു ചർച്ച നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയോ? ലവ് ജിഹാദ് നടന്നിട്ട് സ്വന്തം കേരളത്തിൽ ഒരു പെൺകുട്ടി മരിച്ചല്ലോ, ശ്രുതി മിണ്ടിയോ? ഒരു ചർച്ച നടത്തിയോ? നിങ്ങൾക്ക് കന്യാസ്ത്രീയുടെ കാര്യത്തിൽ നിങ്ങൾ ആരാണ് ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആരെയാണ് ഭയം? ഒരു ക്രൈമല്ല സർ, ഒരു ക്രൈമല്ല, നൂറുകണക്കിന് ക്രൈം നടന്നിട്ടുണ്ട്, ഒരു സംശയവുമില്ല. നൂറുകണക്കിന് കാര്യങ്ങൾ ഞാൻ തെളിവ് തരാം. ഞങ്ങളുടെ കൂടെ നൂറുകണക്കിന് സഹോദരിമാര് മതപരിവർത്തനം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ മുൻപിൽ നാളെ ഞാൻ കൊണ്ടു നിർത്തി തരാം. നൂറുകണക്കിന് പേര് വരും. അവര് എഴുതി വെച്ചേക്കല്ലേ, അവര് തന്നെ എഴുതി വെച്ചേക്കാണ് ലവ് ജിഹാദാണെന്ന്. അവര് തന്നെ കോടതി തള്ളിയിട്ടൊന്നുമില്ല. കോടതിയാണ് ആദ്യം പറഞ്ഞത്. കേരളത്തിലെ കോടതിയാണ് ലവ് ജിഹാദ് എന്ന് ആദ്യം പറഞ്ഞത്. ആ കോടതിയാണ് ആദ്യം പറഞ്ഞത് ലവ് ജിഹാദ്. കേരളത്തിലെ കോടതിയാണ് പറഞ്ഞത് ലവ് ജിഹാദ്. കേരളത്തിലെ കോടതിയാണ് ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞത്. കേരളത്തിലെ കോടതികൾ പലതും തള്ളിയിട്ടുണ്ട്, പലതും ഉണ്ട്. ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞത് കേരളത്തിലെ കോടതിയാണ്. കോടതി പറഞ്ഞാൽ മാത്രമേ അംഗീകരിക്കുള്ളൂ. ഒരു സംശയം മേൽക്കോടതി വീണ്ടും ലവ് ജിഹാദ് എന്ന പേര്. ഏതായാലും കേരളത്തിൽ ഇത്തരത്തിൽ പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരിലാണ് മതം മാറ്റപ്പെടാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. നൂറുകണക്കിന് പെൺകുട്ടികൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഒരു സ്ത്രീധനമല്ല, നിങ്ങൾക്കത് സ്ത്രീധനമാക്കാൻ പറ്റും. നിങ്ങൾക്കത് സ്ത്രീധനം. ഓ പിന്നെ സ്ത്രീധനം നിങ്ങളെന്താ ഇടപെടഞ്ഞത്? നിങ്ങൾ അവിടെ എന്താ അവിടെ പോയിട്ട് മകൻ പറഞ്ഞു നിങ്ങൾ എവിടെ ഇടപെട്ടു? എന്നിട്ട് ചർച്ച നടത്തിയില്ലല്ലോ. നിങ്ങൾക്ക് ചർച്ച എവിടെ ചർച്ച നടത്തി? ഒരൊറ്റ ചർച്ച നടത്തിയിട്ടുള്ളൂ. നിങ്ങൾ നടത്തിയില്ല. ആ കുട്ടിയുടെ സ്ത്രീധന മരണം അല്ലല്ലോ അവിടെ സ്ത്രീധനം. നിങ്ങൾക്കത് സ്ത്രീധനം. ആ പെൺകുട്ടിയുടെ ബ്രദർ നിങ്ങൾക്ക് നിങ്ങളുടെ വാദം അത് ആ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടിയ ഒരു ആയുധമായി ഉപയോഗിക്കാം. പക്ഷേ അതല്ല സംഭവം. കേരളത്തിൽ ഇത്രയേറെ ഒരു സംഭവം അവിടേക്ക് കേരളം അങ്ങനെയാണ് പറയേണ്ട. അതല്ല കേരള സ്റ്റോറി. അതല്ല കേരള സ്റ്റോറി. അപ്പൊ തിരിച്ചും പറയണ്ട. അല്ല, അങ്ങനെയാണ് അതും പറയണ്ട. കേരളത്തിലെ ABVPയുടെ സമരം 2 സ്ഥലത്ത് കടന്നുകൊണ്ട് എങ്ങും നടന്നില്ല എന്ന് പറയണ്ട. നിങ്ങൾ ന്യൂസ് കൊടുത്തിട്ടില്ല. ഒരു സംശയമില്ല. നടത്തുന്ന സമരം നമ്മൾ കൊടുത്തല്ലോ. അവിടെ SFI നടത്തിയ മാർച്ചും കൊടുത്തല്ലോ. എല്ലാം തത്സമയം പോയല്ലോ, തമ്മിൽ അടിയും പോയല്ലോ. 3-4 അവിടെ മാത്രമല്ലെന്നേ, കേരളത്തിൽ BJPക്കും ABVPക്കും സ്വാധീനമുള്ള ധാരാളം സ്കൂളുകളുണ്ട്. നിങ്ങൾ കൊടുത്തോളൂ. അതല്ലല്ലോ ഇവിടുത്തെ ചർച്ച. ഞാൻ പറഞ്ഞത് നടത്തുന്നത് സഹോദരൻ
മുറിവുണക്കലാണോ നടത്തുന്നത് എന്ന് അത് പറയുമ്പോൾ വ്യക്തമാവുകയാണ്. മുറിവാണോ? അത് മുറിവ് വരും? ആരെങ്കിലും മുറിയോ? ഒരു പെൺകുട്ടി മരിച്ച കാര്യം പറയുമ്പോൾ ആരുടെ ഹൃദയമാണ് നോവുന്നത്? എന്തിനാ സ്മൃതിക്ക് നോവുന്നത്? ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ അത് ഏത് പെൺകുട്ടി മരിച്ചാലും വേദനിക്കണം. ശമ്പളം തരുന്നത്? അത് നിങ്ങൾ ദുർവ്യാഖ്യാനം ആ കാര്യം ചർച്ച ചെയ്യാൻ പറ്റാത്ത? അല്ല, ദുർവ്യാഖ്യാനം വേദനിച്ചില്ലല്ലോ. നിങ്ങൾക്ക് ചില പെൺകുട്ടികൾ മരിക്കുമ്പോൾ വേദനിക്കുന്നില്ല. നിങ്ങൾക്ക് ചില പെൺകുട്ടികൾ മരിക്കുമ്പോൾ വേദനിക്കില്ല. 100 കണക്കിന് പെൺകുട്ടികളുടെ ചരിത്രം ഞാൻ വേണമെങ്കിൽ നാളെ പുസ്തകമായിട്ട് അവിടെ കൊണ്ടെത്തിച്ചേരാം. അന്വേഷിച്ച് നോക്ക്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് പല ഐജിമാരും IPS-കാരും BJP-യിലേക്ക് ചേരുന്നത് ഇത്തരം സത്യാവസ്ഥ മനസ്സിലുകൊണ്ടാണ്. IPS-കാര് BJP-യിലേക്ക് ചേരുന്നത് ഈ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഈ കേരളത്തിൽ 20% വോട്ട് ചെയ്യാൻ പോകുന്നത് BJP-ക്ക് വോട്ട് ചെയ്യുന്നത് ഈ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ്. പോലീസുകാർക്ക് സത്യം മനസ്സിലാവുന്നുണ്ട്, പോലീസ് ഓഫീസർമാർക്ക് സത്യം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അവർ BJP-യിലേക്ക് വരുന്നു. ഒരു സംശയവുമില്ല. നാളെ നിങ്ങളും വരും, സ്മൃതിയും വരും, BJP-യുടെ കൊടിയും പിടിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.